ഹലോ, ഞങ്ങൾ ഇന്ന് ക്യാൻറ്റീനിൽ പോയതാണ്. ദൈത്യനെ പിടിച്ചൊരു സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈത്യ ക്യാൻറ്റീനിൻ്റെ ഉള്ളിൽ മുഴുവൻ ഓടി നടന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതായ ഐറ്റംസ് ഒക്കെ എടുത്ത് ബാസ്ക്കറ്റിലിടും. ഇതാകുമ്പോൾ ഒതുങ്ങി ആ സീറ്റിൽ തന്നെ ഇരുന്നോളും. ഞങ്ങൾക്കിന്ന് കുറച്ച് ഐറ്റംസേ മേടിക്കാനുള്ളൂ. ഇത് ദോശ ഇഡ്ഡലി ബാറ്ററാണ്. പക്ഷെ ഞാനത് നോക്കിയിട്ട് എടുക്കണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ അത് ഒരുപാട് വെറൈറ്റി ചായപ്പൊടികളുണ്ട്. ചായപ്പൊടി അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചായപ്പൊടിയും എടുത്തിട്ടില്ല. മന്ത് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സ്റ്റോക്കും വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. ഏട്ടനത് ഷൂ ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നോക്കുന്നേ ഉള്ളൂ, എടുക്കുന്നില്ല. നോക്കിയിട്ട് അതൊക്കെ അവിടെ തന്നെ വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിങ്ങും കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും ദൈത്യയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒറ്റയ്ക്ക് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാനൊരു ബിരിയാണിയും ഏട്ടനൊരു ഊണുമാണ് കഴിച്ചത്. ഇവിടുത്തെ പപ്പടം വലുതാണ്. പപ്പടം എന്നല്ല, അപ്പളം എന്നാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. അതിനിടയ്ക്ക് ഏട്ടൻ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് സിവിൽ ഡ്രസ്സിലാണ് ഇറങ്ങിയത്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. തേത്തിക്ക് കളിപ്പാട്ടങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആ ഭാഗത്തേക്ക് മൈൻഡ് ആക്കിയതുമില്ല. ഞങ്ങളൊട്ടൊന്നും മേടിച്ചു കൊടുത്തതുമില്ല. ബീച്ചിൽ നിന്ന് നല്ല തിരക്കുറവാണ്. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പോലും നല്ല സ്ഥലം കിട്ടാറില്ല. ഇന്നിനി 3-3:30 ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആളുകളൊക്കെ കുറവാണ്. ദൈത്യത്തിന് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ വെള്ളത്തിൽ ഭയങ്കര കളിയാണ്. പിടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ ഏട്ടന് ഔട്ട് പാസ് 5 മണി വരെ പെർമിഷനുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. 1.5 മണിക്കൂർ ട്രാവലുണ്ട് തിരിച്ച് ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക്. അങ്ങനെ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിക്കൊപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു ഔട്ടിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി.